ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആര്യൻസ് അമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആദ്യക്കുട്ടനെ സ്കൂളിൽ ചേർത്തു, പ്രീ സ്കൂളിൽ വിടാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? കുഞ്ഞിനെ എന്തിനാണ് ഇപ്പോൾ സ്കൂളിൽ വിടുന്നത്, അവൻ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ ഉള്ളൊരു ഒത്തിരി ഒരു മീൻസ് ആ വീഡിയോയിൽ നിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പീനെക്കാട്ടിലും എനിക്ക് വന്ന ക്വസ്റ്റ്യൻ അതാണ്. ലൈക്ക് കുഞ്ഞിന് സ്കൂളിൽ വിടാറായോ? പ്രീ സ്കൂൾ ഇസ് ഇറ്റ് റിയലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്. അപ്പം പ്രീ സ്കൂൾസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫിസിക്കലി, സോഷ്യലി ആൻഡ് ഇമോഷണലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ പ്രീ സ്കൂൾസ് എന്ന് പറയുന്നത്. പ്രീ സ്കൂൾസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് നോച്ച് പ്രീ സ്കൂൾസ് മാത്രമല്ല, ക്യാൻ ബി അംഗനവാടീസ്, നമ്മുടെ വീടിനടുത്തുള്ള കുഞ്ഞു കുഞ്ഞു കളരീസ്, ഓരോ പഴയ ടീച്ചർമാരൊക്കെ നടത്തുന്ന വീടുകളിലിരുന്ന് അവർ അക്ഷരം എഴുതിപ്പിക്കുന്നുണ്ട്. ഇതിലേതാണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും എല്ലാം ഒരേ പേർപ്പസാണ് സേവ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഒരേ പേർപ്പസാണ് സേവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് എവിടെ വിടുക എന്നുള്ളത്. നമ്മളുടെ ഡിഫറെൻറ്റ് എന്താ പറയുക കൺസെപ്റ്റ്സ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നമുക്ക് വീടിനടുത്തുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ടീച്ചറുള്ള സ്ഥലമായിരിക്കും നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ കേസിൽ എൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ പഠിച്ച സ്ഥലത്താണ് ഞാൻ പഠിച്ചത്, എൻ്റെ കസിൻസൊക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഡിഫറെൻറ്റ് റീസൺസ് ആണ് നമ്മൾ നോക്കുന്നത് കുഞ്ഞുങ്ങളെ വിടാനായിട്ട്. അപ്പം ഇനി ഏജ്, ഇവരെ എപ്പോൾ വിടണം? തീരെ കുഞ്ഞല്ലേ, പൊടിയല്ലേ ഏജ്. ഒരു മാജിക് നമ്പറൊന്നുമില്ല കുഞ്ഞുങ്ങളെ വിടാനായിട്ട്. അതായത് ഓക്കെ ഷാർപ്പ് 3 ആകുമ്പോൾ വിടണം, ഇല്ല 2.5 ആകുമ്പോൾ വിടണം, അങ്ങനെ ഒരു മാജിക് നമ്പറൊന്നുമില്ല. വെനവർ റെഡി, അതായത് നിങ്ങളുടെ കുഞ്ഞ് എപ്പോഴാണോ തയ്യാറായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി തയ്യാറായി എന്ന് തോന്നുന്നത് എങ്ങനെ അറിയാൻ പറ്റും തയ്യാറായില്ലോ? അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ കൺസിഡർ ചെയ്ത കുറച്ച് ഫാക്ടേഴ്സിൽ ഒന്ന് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് കുട്ടിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ, ചെറിയ പിള്ളേരാകുമ്പോൾ കുഴപ്പമില്ല, തീരെ പൊടിയാകുമ്പോൾ കുഴപ്പമില്ല. ആഫ്റ്റർ ഒരു 9 months 10 months കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങും. ഇതാണ് എൻ്റെ അമ്മ, അല്ലെ ഇതാണ് അമ്മ എന്ന വ്യക്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇതാണ് എന്നെ നോക്കുന്ന ആളെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുമ്പോഴാണ് അവർ നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് മാറി വേറൊരാളുടെ മുഖം അവർ കാണുമ്പോൾ അവർ കരയാൻ തുടങ്ങുന്നതൊക്കെ. ഈ ഒരു സാധനം വളർന്ന് സെപ്പറേഷൻ ആങ്സൈറ്റിയിലോട്ടൊന്നും കുറച്ച് വലുതാവുമ്പോൾ നമ്മളെ കാണാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും. അതായത് നമ്മളിപ്പോൾ അച്ഛനോ അമ്മയോ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അറിയാം, അതല്ലെങ്കിൽ നമ്മൾ ദൂരെ പോകുമ്പോൾ നമ്മളെ കാണാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ ആങ്സൈറ്റി ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റിയെ മറികടക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ അച്ഛൻ, അമ്മ, അല്ലെ ആരാണോ പ്രൈമറി കാറ്റഗറി. ഇപ്പോൾ എപ്പോഴും സ്കൂളിൽ, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എപ്പോഴും ഓഫീസിൽ പോകുന്ന ആളാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഓഫീസിൽ പോകും. അപ്പോൾ അമ്മയാണ് അവനെ നോക്കുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് അവൻ മാറി വേറൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിനോട് നിൽക്കാൻ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു ഫാക്ടർ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അതെങ്ങനെ കൺസിഡർ ചെയ്യുന്നു ചോദിച്ചാൽ, അവൻ അതല്ലാതുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ കുറച്ച് നേരമൊക്കെ എന്നൊക്കെ നോക്കിയത് അത് നമുക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾ അതിന് റെഡി ആണോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എനിക്ക് വെള്ളം വേണം, അല്ലെ എനിക്ക് ബാത്റൂമിൽ പോകണം എന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക നമ്മളോട്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ആരെങ്കിലും കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സ്കൂളിൽ, അവർക്ക് നമ്മളോടൊന്ന് പറയാൻ പറ്റണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുഞ്ഞാണ് നമ്മൾ അറിയില്ല. നമ്മൾ ഓരോ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, കയ്യിൽ പാട് കണ്ടു, കാലിൽ പാട് കണ്ടു, സ്കൂളിൽ ഉപദ്രവിച്ചു. എല്ലായിടത്തും അങ്ങനെ ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദി സ്ഥലത്ത് ഉള്ളത്, ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവർക്ക് നമ്മളോട് വന്ന് പറയാൻ പറ്റണം, എനിക്ക് ഇന്നത് പറ്റി, അല്ലെ എനിക്ക് ഇന്നത് സംഭവിച്ചു സ്കൂളിൽ. ബി ഇറ്റ് ഹാപ്പി ഓർ സാഡ്. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മളോട് വന്നിട്ട്, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് പറയുന്നത്, ഓക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം എന്താണ് ഇന്ന് സ്കൂളിൽ സംഭവിച്ചത്, വാട്ട് ഓൾ തിങ്സ് യു ഡിഡ്. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണെങ്കിൽ പോലും അത്രയും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറായിട്ടില്ല. പക്ഷേ എന്നാലും എനിക്ക് ഇന്നത് പറ്റി, അല്ലെ ഇത് എന്ത് പറ്റിയതാ മോനെന്ന് വെച്ചാൽ ഇന്നത് പറ്റി എന്ന് പറയാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോട്ടി ട്രെയിനിങ്. ഇപ്പോൾ പ്രീ സ്കൂൾസുകാർ പോട്ടി ട്രെയിനിങ് അല്ലാത്ത കുട്ടികളെ എടുക്കും. എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കളരിയിലും നമ്മളിവിടെയൊക്കെ പോയ സമയത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളല്ല ആൾക്കാർ ഡയപ്പർ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. സോ ആ ഒരു സമയത്ത് അങ്ങനൊരു സാധനം ഇല്ല. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയായിരുന്നു, പോട്ടി ട്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ, പോട്ടി ട്രെയിൻഡ് ആയിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കുഞ്ഞുങ്ങൾ. കാരണം അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ്, അല്ലെ പ്രൈവറ്റ് മൊമെൻറ്റിൽ വേറെ ഒരാൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ കയറുന്നു, അതൊക്കെ അവർ ചിലപ്പം എങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്കറിയില്ല. എന്ന് വെച്ച് ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോട്ടി ട്രെയിൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ പറയും ബാഗിൽ എപ്പോഴും പാമ്പേഴ്സ് കൊടുത്തു വിടണം എന്നൊക്കെ പറയും. പക്ഷെ ബെറ്റർ ആൻഡ് ബെസ്റ്റ് ഇസ് ടു ബി പോട്ടി ട്രെയിൻ. മാക്സിമം കുഞ്ഞുങ്ങളെ നമ്മൾ അതിനുള്ളിൽ പോട്ടി ട്രെയിൻഡ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. 4 ലിസ്ണിങ് സ്കിൽസ്. അച്ഛൻ്റെ ഫോഡിങ് എടുത്തുകൊണ്ട് വന്നേ, അമ്മയ്ക്ക് ആ ബോട്ടിലൊന്ന് എടുത്ത് തന്നെ എന്നൊക്കെ പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ റെഡി. അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ കമാൻഡ് അനുസരിച്ച് അവർ ആക്ട് ചെയ്യുന്നുണ്ട്, അവർ റെഡിയാണ്, അവരുടെ ലിസണിങ് സ്കിൽസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലിസൺ ചെയ്ത് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4ാമത്തെ കാര്യം. ഇനി
ഇതൊക്കെ റെഡിയാണ്, എൻ്റെ കുഞ്ഞ് ഓക്കെയാണ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ABCD അറിയാം, അല്ലെ 1 2 3 അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അവനറിയാം, അവൻ പറയുന്നുണ്ട്, കേട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെ TV കണ്ട് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ അവനറിയാം. ഇസ് ഇറ്റ് റിയലി ഇമ്പോർട്ടൻറ്റ്? സ്കൂളിൽ വിടണം ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. കാരണം അവർക്ക് മറ്റുള്ളവരായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവർക്കും അവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. സോ എല്ലാം അവനിൽ സെൻറ്റർ ചെയ്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ വെൻ ഹി ഗോസ് ടു എ ന്യൂ സ്കൂൾ, അല്ലെ ഒരു പുതിയ പ്ലേസിലോട്ട് പോകുമ്പോൾ അവനെ പോലത്തെ 4-5 പിള്ളേരുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിന് ഈ 4-5 പിള്ളേർ ഒരുപോലെ. അവർക്കിപ്പം ഇന്ന ആൾ, ഇപ്പോൾ ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടി ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പോൾ വേറൊരു കുട്ടി ഇമ്പോർട്ടൻ്റ്, അവർക്ക് എല്ലാവരും ഒരേപോലെയാണ്. ദിൽ ട്രീറ്റ് ഓൾ ഓഫ് ദം ഈക്വലി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചുള്ള സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടില്ല എന്നും, നമ്മൾ ഷെയർ ചെയ്യണമെന്നും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായാലും, നമ്മളൊരു ബുക്ക് നമുക്കറിയാം, വീട്ടിലൊക്കെ ബുക്കും പുസ്തകമൊക്കെ നമ്മൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്ത് കീറി പറിച്ച്, ഇവിടെ അത് തന്നെയാണ്. സാരീനെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കീറി പറിച്ച് കളയും. പെൻസിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ച് ഓടിച്ച് പറിച്ച്. സോ അതൊന്നും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ വെക്കണം എന്ന് സ്കൂളിലാകുമ്പോൾ അവരത് കേൾക്കും. ബിക്കോസ് എല്ലാവരും ചെയ്യുകയാണ് കുഞ്ഞുങ്ങൾ, അപ്പോൾ അവരതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും. ഇനി ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്കൂൾ, ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ താമസിക്കുന്നതിന് ചുറ്റിനും എനിക്ക് അറൗണ്ട് 10 പ്രീ സ്കൂൾസ് ഉണ്ട്. ഈ 10 പ്രീ സ്കൂൾസും വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ 10 പ്രീ സ്കൂൾസും പോയി കണ്ടതിന് ശേഷമാണ് ഞാനൊരു പ്രീ സ്കൂൾ ചൂസ് ചെയ്തത്. എന്നാൽ ഈ 10 പ്രീ സ്കൂൾസിൽ ബെസ്റ്റ് ആണോ ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നോ, അല്ല. പക്ഷേ ഈ സ്കൂൾ ചൂസ് ചെയ്യാനുണ്ടായ എനിക്ക് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, പ്രോക്സിമിറ്റി, അതായത് ലൊക്കേഷൻ. എൻ്റെ ഫ്ലാറ്റ് അല്ലെ അപ്പാർട്ട്മെൻറ്റിന് അടുത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവിടാനും, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അമ്മയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വരാനും പറ്റുന്നൊരു പ്രോക്സിമിറ്റി. രണ്ടാമത്തെ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ, അതായത് ഇത്ര കുഞ്ഞുങ്ങൾക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു റേഷ്യോ ഉണ്ട്. അതിനാണ് നമ്മൾ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. അവർക്ക് കിട്ടുന്ന ശ്രദ്ധ അത്രത്തോളം ഉണ്ടാവും, ആ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്ലീപ്പ് ടൈം, അതായത് നമ്മുടെ കുഞ്ഞ് ഡേ ടൈം, ചിലർ ഡേ ടൈം ഉറങ്ങുന്നവരായിരിക്കും, ചില കുട്ടികൾ ഡേ ടൈം ഉറങ്ങില്ല, അല്ലെങ്കിൽ രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നവരായിരിക്കും. നമുക്ക് ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നേരത്തെ എണീപ്പിക്കില്ല. പക്ഷേ എന്നാലും അവരുടെ ഒരു സ്ലീപ്പ് ടൈമുമായിട്ട്, എക്സ്പെഷ്യലി ഡേ ടൈം സ്ലീപ്പ് ടൈമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്കെഡ്യൂളായിരിക്കണം. പിന്നെ വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഡ് ഓഫ് വെന്റിലേഷൻ വേണം. ഞാനിവിടെ പോയി കണ്ട 1-2 സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഒരു വെന്റിലേഷനും ഇല്ല. എ സി ഉണ്ട്, പക്ഷേ അതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനാണ്. AC ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള വൺസ് ഇൻ എ വൈൽ ദേ ഷുഡ് സെറ്റ് ഇൻ എ വെന്റിലേറ്റഡ് സ്പേസിൽ നിറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന വെന്റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പേഷ്യസ് ആയിരിക്കണം. അവർക്കൊന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലം വേണം. മൊത്തം സമയം അവരെ ഓടിക്കളിക്കാൻ വിടുമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാറ്റഗറൈസേഷൻ വെച്ച് പ്ലേ ഗ്രൂപ്പ് വന്നു, നഴ്സറി വന്നു, എന്നിട്ടാണ് അവർ LKG UKG കയറുന്നത്. അപ്പോൾ ഈ പ്ലേ ഗ്രൂപ്പിൽ നഴ്സറിയിലൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലേ ആണ്. റാദർ ദാൻ ലേണിംഗ്, പ്ലേക്കാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ആ പ്ലേ ടൈമിനുള്ള സ്പേസ് ഉണ്ടാവണം, ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം. പിന്നെ കുറച്ച് എക്സ്റ്റേണൽ സ്പേസ്, ഒരുപാട് വലിയ സ്കൂളിലെ പോലെ ഗ്രൗണ്ട് ഒന്നും വേണം, എന്നാലും ഒരു കുറച്ച് എക്സ്റ്റേണൽ സ്പേസ്, അതായത് നേച്ചറുമായിട്ട് അല്ലെ എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ചെടികളുണ്ടാവണം, മരങ്ങളുണ്ടാവണം, അങ്ങനെ ചെറിയൊരു എക്സ്റ്റേണൽ സ്പേസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഫാക്ടേഴ്സാണ് ഞാൻ നോക്കിയിട്ട് ആദൂനെ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ ആദൂന് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അതും സ്കൂൾ അഡ്മിഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. എനി ക്വസ്റ്റ്യൻസ് യു കൻ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. താങ്ക് യു സോ മച്ച്. ബൈ.